Hello everyone, Shayas Rafiam within here. Welcome to Groww Malayalam. Advanced economicsil വളരെ പോപ്പുലർ ആയതും എന്നാൽ ഇന്ത്യയിൽ കുറച്ചു കാലം മുൻപ് മാത്രം ആരംഭിച്ച ഇനീഷ്യൽ സ്റ്റേജിൽ ഉള്ളതുമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലാസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് സ്വന്തമായി റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഒന്നുമില്ല എങ്കിലും റിയൽ എസ്റ്റേറ്റിന്റെ ബെനിഫിറ്റുകൾ നേടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അസറ്റ് ക്ലാസ് റെയ്റ്റ്സ്. റെയ്റ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. എന്താണ് റെയ്റ്റ്സ്, എങ്ങനെയാണ് റെയ്റ്റ്സ് വർക്ക് ചെയ്യുന്നത്, റെയ്റ്റ്സ് വാങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ടൈപ്പ് റെയ്റ്റ്സ് ഉണ്ട്, റെയ്റ്റ്സിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്, ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും മികച്ച ടോപ്പ് 3 റെയ്റ്റ്സ് ഏതൊക്കെയാണ് എന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയും. തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് എല്ലാ ദിവസവും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് റെയ്റ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇതിന്റെ ഫുൾ ഫോം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്നാണ്. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റുകൾ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകുന്ന അതോ അല്ലെങ്കിൽ അതിന് ഫിനാൻസ് ചെയ്യുന്ന കമ്പനികളുടെ ഒരു ട്രസ്റ്റ് ആണ് റെയ്റ്റ്സ്. ഇതിൽ ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടികളും വരാം. ഓഫീസ് ബിൽഡിങ്ങുകൾ, കൊമേഴ്ഷ്യൽ പാർക്കുകൾ, മോളുകൾ, ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ തുടങ്ങിയ കൊമേഴ്സ് റിയൽ എസ്റ്റേറ്റ് ആവാം. പിന്നെ അപ്പാർട്ട്മെന്റ്സ്, സിംഗിൾ ഹോംസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ് ഹൗസിംഗ് തുടങ്ങിയ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റും ആവാം. റെയ്റ്റ്സ് ആദ്യമായി ഫോം ചെയ്യുന്നത് 1960 USA-ലാണ്. സാധാരണ ഇൻവെസ്റ്റേഴ്സിന് ലാർജ് സ്കെയിൽ ഇൻകം പ്രൊഡ്യൂസിംഗ് റിയൽ എസ്റ്റേറ്റുകളിൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോസിലായി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യാറുള്ള അസറ്റ് ക്ലാസുകളിലും ലിക്വിഡ് സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേപോലെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിനെ പോലെയാണ് റെയ്റ്റ്സിന്റെയും സ്ട്രക്ചർ. മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സ് നേട്ടമുണ്ടാക്കുന്നത്, അതുപോലെ തന്നെ റെയ്റ്റ് ഇൻവെസ്റ്റേഴ്സിനും ഗെയിൻ ഉണ്ടാക്കാം. സ്വന്തം ഉടമസ്ഥതയിൽ അല്ലാത്ത റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസിൽ നിന്നുമുള്ള ഗെയിൻസ് നേടാൻ റെയ്റ്റ്സ് ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് സാധിക്കുന്നു. 2019 ഇന്ത്യയിലെ ആദ്യത്തെ റെയ്റ്റ് വരുന്നത്. അന്നു മുതൽ ഇങ്ങോട്ട് ഇൻവെസ്റ്റേഴ്സിനിടയിൽ വളരെയധികം പോപ്പുലാരിറ്റി ഉള്ള ഒന്നാണ് റെയ്റ്റ്സ്. നമ്മൾ ഷെയറുകൾ ട്രേഡ് ചെയ്യുന്നത് പോലെ റെയ്റ്റ്സ് അതിന്റെ യൂണിറ്റുകൾ എക്സ്ചേഞ്ച് ട്രേഡിംഗ് നടത്താനുള്ള ഓപ്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ലിക്വിഡിറ്റിയും ഈസി യൂസേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റെയ്റ്റ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വർക്ക് ആകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ചേർന്നാണ് ഈ ട്രസ്റ്റുകൾ ഫോം ചെയ്യുന്നത്. രൂപീകരിക്കുന്ന സമയത്ത് ഈ കമ്പനികൾ ഈ ട്രസ്റ്റിന്റെ സ്പോൺസേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ പുതിയതായി ഫോം ചെയ്യുന്ന ട്രസ്റ്റുകളുടെ മേജർ ഷെയർ ഹോൾഡേഴ്സും പ്രൊമോട്ടേഴ്സും ഈ സ്പോൺസേഴ്സ് ആയിരിക്കും. ഇവരുടെ കയ്യിലായിരിക്കും ഭൂരിഭാഗം ഷെയറുകളും ഉണ്ടായിരിക്കുക. ഈ സ്പോൺസേഴ്സ് പിന്നീട് ഒരു ട്രസ്റ്റിയെ നിയമിക്കുന്നു. അവരാണ് പിന്നീട് അങ്ങോട്ട് ഈ റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾ ഹോൾഡ് ചെയ്യുന്നത്. സ്പോൺസേഴ്സിന് പിന്നീട് ഈ അസറ്റുകളിൽ ഡയറക്റ്റ് കൺട്രോൾ ഉണ്ടാവില്ല. ട്രസ്റ്റി ഒരു മാനേജറെ അപ്പോയിന്റ് ചെയ്യുന്നു. ആ മാനേജർക്കാണ് പിന്നീട് അസറ്റുകൾ മാനേജ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക. ട്രസ്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നതും ഈ മാനേജർ ആയിരിക്കും. ഇത്രയുമായാൽ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് ആവാൻ താല്പര്യമുള്ളവരെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകർഷിക്കുന്നതിനായി റെയ്റ്റ് മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇതിന്റെ യൂണിറ്റുകൾ വാങ്ങിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രസ്റ്റിന്റെ യൂണിറ്റ് ഹോൾഡേഴ്സ് ആകാനും കഴിയുന്നു. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും പണം സ്വരുക്കൂട്ടി അതിന് പകരമായി മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ഓഫർ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ കമ്പനികൾക്ക് പകരം റിയൽ എസ്റ്റേറ്റിന്റെ ഓണർഷിപ്പിനെയാണ് റെയ്റ്റ്സ് യൂണിറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. റെയ്റ്റ്സ് പ്രധാനമായും കാശുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏൺ ചെയ്യുന്നത് വർക്കിംഗ് പ്രോപ്പർട്ടികളിൽ നിന്നുള്ള വാടക ഇനത്തിൽ കിട്ടുന്ന വരുമാനത്തിലൂടെയും അസറ്റുകൾ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ക്യാപിറ്റൽ അപ്രിസിയേഷനിലൂടെയുമാണ്. ഇന്ത്യയിലെ റെയ്റ്റ്സിന് സെബി ഏർപ്പെടുത്തിയിട്ടുള്ള ചില റെഗുലേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 എണ്ണം പറയാം. ഒന്നാമത്തേത് ഡിസ്ട്രിബ്യൂട്ടബിൾ ക്യാഷ് ഫ്ലോയുടെ 90% ഡിവിഡൻഡുകളുടെ അല്ലെങ്കിൽ പലിശയുടെ രൂപത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളത്. മറ്റൊന്ന്, ഇവരുടെ കയ്യിലുള്ള അസറ്റുകൾ 80% എങ്കിലും പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞ പ്രോപ്പർട്ടീസ് ആയിരിക്കണം, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയ ഇൻകം ജനറേറ്റിംഗ് പ്രോപ്പർട്ടീസ് ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ റെഗുലേഷൻസ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റേറ്റ് വാങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. സാധാരണ കണ്ടുവരുന്ന PE റേഷ്യോ, EPS ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത് ഇതൊന്നും ഇവിടെ അപ്ലൈ ആവുന്നില്ല. വേറെ ചില പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ നോക്കേണ്ടത്. അതിലൊന്നാമത്തേത് വെയ്റ്റഡ് ആവറേജ് ലീസ് എക്സ്പയറി, വെയിൽ. വേക്കൻസി അഥവാ ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി നടത്തുമ്പോഴുള്ള ബിഗ്ഗസ്റ്റ് റിസ്ക്. അതുകൊണ്ട് തന്നെ ഈ വെയിൽ ഉപയോഗിക്കുന്നത് പ്രോപ്പർട്ടീസ് വേക്കൻ്റ് ആകാനുള്ള ബാക്കിയുള്ള സമയം കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇയേഴ്സിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് എത്ര കൂടുന്നോ അത്രയും നല്ലതാണ്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ yield. നമ്മൾ നേരത്തെ റെഗുലേഷൻസിനെ കുറിച്ച് പറഞ്ഞു റെയ്റ്റ്സിന്റെ 90% ഡിസ്ട്രിബ്യൂട്ടബിൾ ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റേഴ്സിന് നൽകണം എന്ന് നിയമമുണ്ട് എന്ന്. ഡിസ്ട്രിബ്യൂഷൻ yield എന്ന്
പറയുന്നത് ഈ പേ ഔട്ട്സ് മെഷർ ചെയ്യാനുള്ള ഒരു മെട്രിക്കാണ്. ഡിസ്ട്രിബ്യൂഷൻ yield കൂടുന്തോറും അത് നല്ല ഒരു ഫാക്ടറാണ്. അടുത്തത് ലോൺ ടു വാല്യൂ LTV. ലോൺ ടു വാല്യൂ മെഷർ ചെയ്യുന്നത് അണ്ടർലൈങ് അസറ്റ് വാല്യൂമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം ഡെറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതൊരു ബിസിനസിന്റെയും പോലെ ലെവറേജ് കുറയും തോറും അത് നല്ലതാണ്. അടുത്തത് ഹൈ ഒക്കുപ്പൻസി. ഒക്കുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത് റേറ്റിന്റെ പോർട്ട്ഫോളിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ക്വയർ ഫൂട്ടിന്റെ പെർസെൻറ്റേജ് ആണ്. ഈ മെട്രിക് അതിന്റെ പെർഫോമൻസിനെ കാണിക്കുന്ന ഒരു മികച്ച മെട്രിക്കാണ്. ഇത് ഡിവിഡൻഡ് ഇൻകം വർദ്ധിക്കുന്നതും പേ ഔട്ടിന്റെ കൺസിസ്റ്റൻസിയും ഇത് കാണിക്കുന്നു. ഒക്കുപ്പൻസി കൂടുതലാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേബിൾ ആണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇത് കൂടുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഫീസ് സ്പേസുകൾ ഓൺ ചെയ്യുന്ന ഓഫീസ് റേറ്റ്സ്, വെയർ ഹൗസുകളും മറ്റു ഇൻഡസ്ട്രിയൽ സ്പേസുകളും ഓൺ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ റേറ്റ്സ്, ഷോപ്പിംഗ് മാളുകളും സ്റ്റോറുകളും ഓൺ ചെയ്യുന്ന റീറ്റെയിൽ റേറ്റ്സ്, ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസോർട്ട് റേറ്റ്സ്, വീടുകളും അപ്പാർട്ട്മെന്റുകളും ഓൺ ചെയ്യുന്ന റെസിഡൻഷ്യൽ റേറ്റ്സ്, ഹോസ്പിറ്റൽസും നഴ്സിംഗ് ഹോമുകളും ഓൺ ചെയ്യുന്ന ഹെൽത്ത് കെയർ റേറ്റ്സ്, പിന്നെ മോർട്ട്ഗേജസ് ഓൺ ചെയ്യുന്ന മോർട്ട്ഗേജ് റേറ്റ്സ് ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യുന്ന ഡൈവേഴ്സിഫൈഡ് റേറ്റ്സും ഉണ്ട്. ഇനി റേറ്റ്സിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കാം, ഗുണങ്ങളും ദോഷങ്ങളും. ആദ്യം നമുക്ക് ഗുണങ്ങൾ നോക്കാം. നമ്പർ 1, വലിയ ക്യാപിറ്റൽ ഒന്നും ഇറക്കാതെ തന്നെ റിയൽ എസ്റ്റേറ്റ് ക്ലാസ്സിലെ അനേകം ഇൻവെസ്റ്റ്മെന്റ് ബെനിഫിറ്റ്സ് ഇതുവഴി നമുക്ക് കിട്ടുന്നു. നമ്പർ 2, പലതരത്തിലുള്ള പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാനൊന്നും വഴിയില്ലാത്ത ചെറിയ ഷെയർ ഹോൾഡേഴ്സിനും ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ്സ് ഇതുവഴി പ്രൊവൈഡ് ചെയ്യുന്നു. നമ്പർ 3, റിയൽ എസ്റ്റേറ്റ് ക്ലാസിന്റെ വലിയൊരു പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാൻ റേറ്റ്സിന് സാധിക്കുന്നുണ്ട്. എന്താണ് ആ പ്രശ്നം? ലിക്വിഡിറ്റി. വേണ്ട സമയത്ത് ആഗ്രഹിക്കുന്ന നിരക്കിൽ അസറ്റുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള എളുപ്പം. ഇത് പലപ്പോഴും റിയൽ എസ്റ്റേറ്റ് ക്ലാസ്സിൽ ഉണ്ടാകാറില്ല. പക്ഷേ റേറ്റ്സിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടുന്നു. ഒപ്പം ട്രാൻസാക്ഷൻസ് നടത്താനുള്ള സമയം ഇവർക്ക് കുറച്ചുകൂടെ കിട്ടുന്നു. നമ്പർ 4, പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന പ്രോപ്പർട്ടീസ് ആണ് റേറ്റ്സിന്റെ എല്ലാ പ്രോപ്പർട്ടികളും. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഹോൾഡേഴ്സിനും ആക്ച്വൽ അസറ്റ് ഓണേഴ്സിനും ഉണ്ടാകാനിടയുള്ള അസൗകര്യങ്ങൾ പരമാവധി കുറയുന്നു. നമ്പർ 5, ഡിസ്ട്രിബ്യൂട്ടബിൾ ക്യാഷ് ഫ്ലോയുടെ 90% ഷെയർ ഹോൾഡേഴ്സിന് വിതരണം ചെയ്തേ പറ്റൂ എന്ന നിബന്ധന ഉള്ളതുകൊണ്ട് റേറ്റ്സ് നമുക്ക് റെഗുലറായ സ്ഥിരമായ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നു. നമ്പർ 6, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് അത് ആവശ്യമുള്ള അത്ര ക്യാപിറ്റൽ അപ്രിസിയേഷൻ നൽകുന്നു എന്നതാണ്. അതും റേറ്റ്സ് വഴി നമുക്ക് കിട്ടും. ഇനി റേറ്റ്സിന്റെ കോൺസിലേക്ക് വരാം, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. നമ്പർ 1, ഈ ട്രസ്റ്റുകൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് അഡ്വാൻറ്റേജ് ലഭിക്കുന്നില്ല. ഇതിൽ നിന്നും കിട്ടുന്ന എല്ലാ വരുമാനത്തിനും ഇൻകം ടാക്സ് ബാധകമാണ്. നമ്പർ 2, റേറ്റ്സും മാർക്കറ്റ് റിസ്കുകൾക്ക് വിധേയമാണ്. മറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രി റിസ്കുകളെ കൗണ്ടർ ചെയ്യാൻ പാകത്തിൽ ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ്സ് ഇവിടെ കുറവാണ്. നമ്പർ 3, ക്യാഷ് ഫ്ലോയുടെ 90% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്ന നിബന്ധന ഉള്ളതുകൊണ്ട് 10% മാത്രമാണ് ട്രസ്റ്റുകൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ അപ്രിസിയേഷൻ റേറ്റ് ഇവിടെ കുറവായിരിക്കും. നമ്പർ 4, ട്രഡീഷണൽ റിയൽ എസ്റ്റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട ലിക്വിഡിറ്റി ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും റേറ്റ്സ് സ്മോൾ സ്കെയിൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റോക്കുകളെയും ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റുകളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിക്വിഡിറ്റി കുറവാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. USA റിയൽ എസ്റ്റേറ്റ് അസറ്റ് ക്ലാസ്സിലെ മേജർ പാർട്ടാണ് അവിടുത്തെ റേറ്റ്സ്. അവിടെ അതിന്റെ ടോട്ടൽ ഗ്രോസ് അസറ്റ് $3.5 ട്രില്യൺ കൂടുതൽ വരും. പക്ഷേ ഇന്ത്യയിലെ റേറ്റ് സ്പേസ് വളരെ പുതിയ സ്പേസ് ആണെന്ന് പറയേണ്ടി വരും. 2014 ഇന്ത്യയിൽ ഇത് അപ്രൂവ് ആവുന്നത് പോലും. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയിൽ റേറ്റ് സ്പേസിൽ വളരെ ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. ഇപ്പോഴും ആകെ 3 ലിസ്റ്റഡ് എൻറ്റിറ്റീസേ ഉള്ളൂ ഇന്ത്യയിൽ. അതിൽ നമ്പർ 1 ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എംബസി ഓഫീസ് പാർക്സ് റേറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ലിസ്റ്റ് ചെയ്യപ്പെട്ട റേറ്റ് ആണിത്. സ്വന്തമായുള്ള ഏരിയ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ റേറ്റും ഇതാണ്. അറൌണ്ട് 43.2 മില്യൺ സ്ക്വയർ ഫീറ്റ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ആണ് ഈ ട്രസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. ഒക്ടോബർ 2022 കണക്ക് പ്രകാരം ഈ ട്രസ്റ്റിന് 88.5% ഒക്യുപ്പൻസി റേറ്റുമുണ്ട്. അതിൽ തന്നെ 193-ലധികം ബ്ലൂ ചിപ്പ് ഒക്കുപ്പയേഴ്സും ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഗൂഗിൾ, ഫ്ലിപ്കാർട്ട്, JP Morgan, കോഗ്നിസന്റ് ആൻഡ് മെനി അതേഴ്സ്. കമ്പനിയുടെ ആവറേജ് ലീസ് എക്സ്പയറി 7 ഇയേഴ്സ് ആണ്. NAV ₹336.2 പെർ ഷെയർ ആണ്. 12 ഓഫീസ് പാർക്കുകൾ, 6 ഹോട്ടലുകൾ, പിന്നെ ഓഫീസ് സ്പേസിന് വേണ്ട പവർ നൽകാനുള്ള 100 മെഗാവാട്ടിന്റെ ഒരു സോളാർ പവർ പ്ലാന്റുമാണ് ഇവരുടെ സ്വന്തമായുള്ളത്. ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടീസ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ഇനി പറയാം. അസറ്റ്സിന്റെ 74% ബംഗളൂരുവിലാണ്. അസറ്റ്സിന്റെ 10% മുംബൈയിലാണ്. പൂനെയിൽ അസറ്റ്സിന്റെ 9%, ഡൽഹി NCR അസറ്റ്സിന്റെ 7%. അടുത്തത് മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്സ് റേറ്റ് സ്പോൺസർഡ് ബൈ ദ കെ രഹേജ ഗ്രൂപ്പ്. 31.9 മില്യൺ സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ലീസബിൾ ഏരിയ ഈ ട്രസ്റ്റിനുണ്ട്. ഇതിൽ 23.8 മില്യൺ സ്ക്വയർ ഫീറ്റ് പണി പൂർത്തിയായതാണ്.
ഒക്കുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത് 86.9% ആണ്. അതിൽ 165-ലധികം വാടകക്കാരുണ്ട്. എക്സെഞ്ചർ, കോൽകോം, L&T, ബെർക്ലേസ്, ആമസോൺ ഒക്കെ അവരിൽ ചിലതാണ്. ആവറേജ് ലീസ് എക്സ്പയറി 6.6 ഇയേഴ്സ് ആണ്. NAV 335.09 rupees per ഷെയർ ആണ്. ആൻഡ് LTV ഈസ് 16.8%. കൂടുതലും ഓഫീസ് സ്പേസുകളാണ് ഇതിലുള്ളത്. ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടീസ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ഇനി നമുക്ക് നോക്കാം. മുംബൈയിൽ 40.4% ഓഫ് അസറ്റ്സ്, ഹൈദരാബാദിൽ 39.9%, പൂനെ 16.9%, അതുപോലെ തന്നെ ചെന്നൈ 2.7%. ആൻഡ് നമ്പർ 3, ബ്രൂക്ക്ഫീൽഡ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റ് സ്പോൺസേർഡ് ബൈ ബ്രൂക്ക്ഫീൽഡ് AMC. ഇന്ത്യയിലെ ഏക ഇൻസ്റ്റിറ്റ്യൂഷണലി മാനേജ്ഡ് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് വെഹിക്കിൾ ആണിത്. 18.7 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ പോർട്ട്ഫോളിയോ. ഇതിൽ 4.4 മില്യൺ സ്ക്വയർ ഫീറ്റ് ഫ്യൂച്ചറിലാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഒക്കുപ്പൻസി റേറ്റ് 89% ആണ്. ലീസ്ഡ് ഏരിയയുടെ 41% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എക്സെഞ്ചർ, TCS, കോഗ്നിസന്റ് എന്നിവരാണ്. ആവറേജ് ലീസ് എക്സ്പയറി 6.9 ഇയേഴ്സ് ആണ്. 283.75 rupees per ഷെയർ ആണ്. NAV, LTV ഈസ് 31%. കൂടുതലും ഓഫീസ് സ്പേസുകളാണ് ഉള്ളത്. ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടീസ് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഡൽഹി NCRൽ 67% ഓഫ് അസറ്റ്സ് ഉണ്ട്. മുംബൈയിൽ 17%, അതുപോലെ കൊൽക്കത്തയിൽ 16%. അപ്പോൾ റേറ്റ്സ് എന്താണെന്നും അതിന്റെ വർക്കിംഗ് എന്താണെന്നും ഇന്ത്യയിലെ ടോപ്പ് 3 റേറ്റ്സ് ഏതൊക്കെയാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലിലെ എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. പിന്നെ ഗ്രോ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് എന്ന് കൂടി ഓർപ്പിക്കുകയാണ്. നിങ്ങൾ അതിലുണ്ടെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.